ഹായ് ഗായ്സ്, വെൽക്കം ടു റൂട്ട്സ് ആൻഡ് റെസിപ്പി. ഇന്ന് ഞങ്ങൾ ലണ്ടനിലേക്കുള്ള ഒരു യാത്രയാണ്. കെറ്ററിങ്ങിൽ നിന്നും ആരംഭിച്ച് ലണ്ടൻ വരെ പോകുന്ന ഒരു യാത്രയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ വീടുകൾ, അതേപോലെ തന്നെ ഇവിടുത്തെ ഈ റോഡുകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളതാണ്. നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇങ്ങനെ റോഡിൻ്റെ ഭംഗി ഞാൻ നേരിട്ട് തന്നെ നിങ്ങളെ കാണിക്കുകയാണ്. രണ്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ സ്റ്റാൻമോർ കാറിൽ ഏകദേശം നമ്മുടെ യാത്ര കേറ്ററിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. കാറിൽ ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ വരെ യാത്ര ചെയ്യണം സ്റ്റാൻമോർ ട്യൂബ് സ്റ്റേഷനിലെത്താൻ. ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻമോർ സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വണ്ടിക്ക് മുന്നേ ഒരു കാർ കടന്നു പോയിരിക്കുന്നു. അങ്ങനെ കുറേ വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പായിട്ടൊരു ട്രക്ക് പോകുന്നു. പിന്നെ കുറേ വണ്ടികളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീടുകളെല്ലാം കാണുന്നു. അതിമനോഹരമായ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലത്തെയും ഈ ചെടികളും അതേപോലെ തന്നെ ആ റോഡും, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളൊരു 2 നില ബസ് കണ്ടു. വീണ്ടും പോകുന്നു. സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്റ്റാൻമോർ സ്റ്റേഷന്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇനിയും കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ബസ്സുകളൊക്കെ പോകുന്നു. ഞങ്ങൾ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് എത്തി. ഞങ്ങൾ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. ഉടനെ തന്നെ അവിടെ കാർ പാർക്ക് ചെയ്യുകയാണ്. കാർ പാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റേഷനിലോട്ട് കയറുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ട്യൂബൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ സ്റ്റാൻമോർ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഞങ്ങൾ അതിൻ്റെ ഒരു ഇടവഴി പോലെയുള്ള റോഡാണ്. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റേഷനിലെത്തി അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ആ സ്റ്റേഷനുള്ളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡോറാണ്. അപ്പോൾ അത് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ATM കാർഡ്, അങ്ങനെയുള്ള കാർഡ് അത് യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ കാർഡ് വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ അതേ കാർഡ് തന്നെ വേണം നമുക്ക് തിരിച്ചു വരുമ്പോഴും എടുക്കാൻ. അപ്പോൾ അങ്ങനെ കാർഡ് സ്കാൻ ചെയ്ത് ഞങ്ങൾ ട്യൂബിനകത്തിലോട്ട് കയറി. അങ്ങനെ അതിൽ കയറിയുള്ള യാത്രകളുടെ കുറച്ച് ഭാഗങ്ങളാണ് എല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബോണ്ട് സ്ട്രീറ്റിൽ ഇറങ്ങി ബസ് കാത്ത് നിൽക്കുകയാണ്. ബോണ്ട് സ്ട്രീറ്റ് വഴി നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് കയറാനുള്ള ഒരു യാത്രയാണ്. അപ്പം ബസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിന് അധികം അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു. ബസ്സിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതിൽ ബസ്സിൽ കയറി പോകാൻ പറ്റിയില്ല. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച ബസ്സിൻ്റെ ആ ടൈമിന് ഞങ്ങൾക്ക് ബസ്സില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കാത്തു നിന്ന് ഒരു ബോൾട്ട് ക്യാബ് ബുക്ക് ചെയ്ത് മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് മ്യൂസിയം ടിക്കറ്റ് നേരത്തെ മുൻകൂട്ടി നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അത് സാറ്റർഡേ ആയത് കാരണം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അത് നേരത്തെ ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇത് പക്ഷേ ടിക്കറ്റ് ഫ്രീ ആണ്. നേരത്തെ എടുത്തെങ്കിൽ നമുക്കതിൽ കയറാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിഞ്ഞില്ല. ഞങ്ങൾ നേരത്തെ അതൊന്നും തിരക്കിയില്ലായിരുന്നു. അങ്ങനെ ഇതാണ് മ്യൂസിയം. അപ്പോൾ ഈ മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ ഒത്തിരി ആളുകൾ അവിടെ വെളിയിൽ ക്യൂ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളെ അകത്തോട്ട് കടത്തി വിട്ടില്ല. അങ്ങനെ ആ മ്യൂസിയത്തിൻ്റെ വെളിയിലുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ മ്യൂസിയം കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്നും ലണ്ടൻ സിറ്റിയിലേക്ക് പോകാനായിട്ട് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യാത്ര തിരിച്ച് ലണ്ടനിലെ ഒരു ബസ്സിൽ കയറി അങ്ങനെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും എളുപ്പത്തിലെത്താൻ ബസ്സുകൾ വളരെ സൗകര്യപ്രദമാണ്. ചുവപ്പ് നിറത്തിലുള്ള ഡബിൾ ഡെക്കർ ബസ്സുകൾ ലണ്ടൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ബസ്സിൽ കയറുമ്പോൾ സാധാരണയായി ഓയിസ്റ്റർ കാർഡ് അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ലെൻസ് കാർഡ് ഉപയോഗിച്ചാണ് യാത്ര ചെലവ് അടയ്ക്കുന്നത്. മുകളിൽ ഇരുന്ന് യാത്ര ചെയ്താൽ നഗരത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ കൂടുതൽ നന്നായി കാണാൻ കഴിയും. റോഡുകൾ ശുചിയായി പരിപാലിക്കപ്പെട്ടതും
ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതുമാണ്. അതിനാൽ യാത്ര വളരെ സുഖകരമാണ്. ബസ്സുകൾ സാധാരണയായി സമയം കൃത്യമായി പാലിച്ച് ഓടുന്നതാണ്. ഓരോ സ്റ്റോപ്പിലും ബസ്സിൻ്റെ നമ്പരും ഗമ്യസ്ഥലവും വ്യക്തമായി കാണിക്കും. കൂടാതെ ബസ്സിനുള്ളിൽ അടുത്ത സ്റ്റോപ്പ് അറിയിക്കുന്ന സംവിധാനം ഉണ്ടാവുന്നതിനാൽ യാത്രക്കാർക്ക് എളുപ്പത്തിൽ ഇറങ്ങാം. ഒട്ടുമൊത്തത്തിൽ ലണ്ടനിലെ ബസ് യാത്ര സുരക്ഷിതവും സൗകര്യപ്രദവും നഗരത്തെ ആസ്വദിക്കാൻ മികച്ച വഴിയുമാണ്. ലണ്ടൻ ബസ്സിൽ തന്നെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് അടുത്തെത്താറാകുമ്പോൾ സമീപത്തൊഴുകുന്ന മനോഹരമായ റിവർ തേംസ് നദി കാണാൻ കഴിഞ്ഞു. നദിയിലെ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ തിളങ്ങി നല്ല മനോഹരമായിട്ടുള്ള വെള്ളമാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ തീരങ്ങളിലൊക്കെ വലിയ കെട്ടിടങ്ങളും പാലങ്ങളും. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ലണ്ടൻ ഐ കാണാനായിട്ട് പോവുകയാണ്. ഇതൊരു വലിയ ഒബ്സർവേഷൻ വീലാണ്. ഏകദേശം 135 മീറ്റർ വരെ ഉയരമാണ് ഇതിനുള്ളത്. 2000-ൽ ആരംഭിച്ച ഈ ചക്രം ലണ്ടൻ്റെ സ്കൈലൈൻ മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു മികച്ച സ്ഥലമാണ്. ഈ റൗണ്ട് പൂർത്തിയാക്കാൻ ഏകദേശം 30 മിനിറ്റ് എടുക്കും. അങ്ങനെ ലണ്ടൻ ഐ കാണാൻ പോയ ഞങ്ങൾക്ക് അതുവഴി നടന്നു പോയപ്പോൾ ഒരു രസകരമായ സീനാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അതായത് ഒരു വ്യക്തി ചാർലി വേഷം ധരിച്ച് ആളുകളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയാണ്. അയാൾ ആളുകളെ നോക്കി ഫണ്ണി എക്സ്പ്രഷൻസ് ചെയ്ത് ചിരിപ്പിക്കുകയും പിന്നെ ഞങ്ങളുടെ ചേട്ടായി കൂടെ ഉണ്ടായിരുന്നു. ചേട്ടനെയും പുള്ളി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ഓരോരോ എക്സ്പ്രഷൻസൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളെയും വിളിച്ചപ്പോൾ ഞങ്ങൾക്കും പുള്ളിക്കാരൻ്റെ കൂടെ പോയി നിന്നൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങളും ചേട്ടൻ ആദ്യം പുള്ളിയുടെ കൂടെ കൂടി. അതിന് ശേഷം എന്നെയും വിളിച്ചു. അപ്പം ഞാനും പുള്ളിയുടെ അടുത്തോട്ട് പോണോ വേണ്ടതെന്ന് പറഞ്ഞ് നിന്നു. എങ്കിലും എന്നെ വിളിച്ചപ്പോൾ ഞാനും ഉപേക്ഷിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാനും കൂടെ കൂടി. അങ്ങനെ ചാർലി ചാപ്ലിൻ്റെ കൂടെയുള്ള ഒരു രസകരമായ വീഡിയോയും ഞങ്ങൾ രണ്ടുപേരും എടുത്തു. ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ചാർലി ചാപ്ലിൻ്റെ അടുത്തു നിന്നും തിരിച്ച് ഞങ്ങൾ ലണ്ടനയുടെ താഴെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് നല്ല നല്ല വേറെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഒരാൾ പാട്ട് പാടുന്നു, പിന്നെ കുട്ടികളൊക്കെ ഓടുന്നു, കളിക്കുന്നു. നല്ല ജനങ്ങളുടെ നല്ല തിരക്ക് തന്നെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഞങ്ങളൊരു കാഴ്ച കണ്ടു. ഒരു ഒരാൾ ഈ റോബോട്ടിൻ്റെ വേഷമൊക്കെ കെട്ടി അതുപോലെ നമ്മളെ പോലെയുള്ളവരെയൊക്കെ ഇങ്ങനെ ആകർഷിക്കാൻ പറ്റുന്ന കൂട്ടുള്ള രീതിയിലുള്ള ഓരോ ജോക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. പിന്നെ അതാണ് ലണ്ടൻ ഐ. ഇപ്പോൾ അതിൻ്റെ ഇത്രയും മുകളിലൊന്നും കയറാൻ എനിക്ക് കയറാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല. താഴെ നിന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അതിൽ കയറിയിട്ട് ആളുകൾ ഇറങ്ങുന്നതും പിന്നെ അതിൽ കൂടിയുള്ള ആളുകളുടെ യാത്രകളും ഇതെല്ലാം ഞങ്ങൾ കണ്ട് അവിടെ നിന്ന് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഇത് കാണുന്നുണ്ടല്ലോ, പിന്നെ കുറച്ച് ആ നദി അതും കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഇതിലൊക്കെ കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ടവർക്കൊന്നും കയറാൻ പേടിയുള്ള ഒരു സംഭവമാണ്. പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള പ്രയത്നങ്ങൾക്കൊന്നും ഞാൻ തുനിയുന്നില്ല. അങ്ങനെ അതിൻ്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇനിയും വീണ്ടും ഞങ്ങൾ ഓരോരോ കാഴ്ചകൾ കാണാൻ ഇങ്ങനെ മുന്നോട്ട് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഈ കാഴ്ചകൾ തന്നെയാണ് വീണ്ടും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും നല്ല കാണുന്നുണ്ടല്ലോ, മൊത്തം കാണാൻ കഴിയുന്നുണ്ടല്ലോ എല്ലാവർക്കും. അപ്പം പിന്നെ വീണ്ടും ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും നല്ലൊരു കാഴ്ച കണ്ടു. അതാണ് ഇവിടുത്തെ പാർലമെൻറ്റ്. അതിനോടൊപ്പം തന്നെ ക്ലോക്ക് ടവറും ഉണ്ട്. അപ്പം അത് രണ്ടുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നതാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്, അത് ക്ലോക്ക് ടവറാണ്. അതിനോടൊപ്പം തന്നെ കാണുന്നത് പാർലമെൻറ്റാണ് ഇവിടുത്തെ.
ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ ബ്രിഡ്ജ് വഴി നടക്കുമ്പോൾ ഒരു വശത്തൊഴുകുന്ന മനോഹരമായ റിവർ തെയിംസ് കാണാം. നദിയുടെ മുകളിൽ വീശുന്ന തണുത്ത കാറ്റ് യാത്രയെ കൂടുതൽ സുഖകരമാക്കും. ബ്രിഡ്ജിന് സമീപം തന്നെ ഉയർന്നു നിൽക്കുന്ന ബിഗ് ബെൻ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റും. അതിൻ്റെ വലിയ ഘടികാരവും രൂപവും ലണ്ടൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പാലസ് ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ വളരെ ഭംഗിയുള്ള ഒരു കെട്ടിടമാണ്. ഇവിടെ നടക്കുമ്പോൾ ചുറ്റും ആളുകൾ ഫോട്ടോ എടുക്കുന്നതും നഗരത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കുന്നതും കാണാം. ആ നിമിഷം ലണ്ടൻ്റെ സത്യമായ സൗന്ദര്യം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ അനുഭവമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡായ എക്സ്പീരിയൻസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് ലണ്ടൻ സിറ്റി മുഴുവൻ എനർജി കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു ദിവസമായിരുന്നു. ഫേമസായ ലണ്ടൻ മാരത്തോൺ നടക്കുകയായിരുന്നു. ഈ മാരത്തോൺ ലോകത്തിലെ ഏറ്റവും വലിയ മാരത്തോൺ ഈവൻസിലൊന്നാണ്. തൗസൻഡ്സ് ഓഫ് റണ്ണേഴ്സ്, പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് ഗാർഡൻസ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നല്ല പൂക്കളും അതുപോലെ തന്നെ ആ പച്ചപ്പും നല്ല വിരിച്ചിട്ടിരിക്കുന്നത് മാതിരി പച്ചപ്പൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ അതൊരു വലിയൊരു പാർക്കും കൂടെയാണ്. അപ്പോൾ ആ പാർക്കും വലിയ ഗ്രൗണ്ട് ആദ്യം കൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അതുപോലെ ഒത്തിരി ജനത്തിരക്കായിരുന്നു. ആളുകൾ പോകുന്നതെല്ലാം എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ തിരക്കായിരുന്നു. അങ്ങനെ ഈ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളും നടന്ന് ബക്കിംഗ്ഹാം പാലസ് കാണാനായിട്ടുള്ള ഒരു യാത്രയാണ്. സൈഡിൽ കൂടെ ഒക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ആളുകളുടെ ആ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് കുറച്ച് പരേഡ് നടക്കുകയായിരുന്നു. വെളിയിൽ നിന്നും ഞങ്ങൾ ആ പരേഡ് കണ്ടു. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അത് കണ്ടുകൊണ്ട് വെളിയിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാലസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഫീലാണ് അനുഭവപ്പെടുന്നത്. കാരണം ടി വിയിൽ കാണുന്നതിനേക്കാളൊക്കെ നല്ല രീതിയിലാണ്, നല്ലൊരു ലെവലാണ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം രാജാവിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസാണ്. അടുത്തതായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചൈനയിലെ ചൈന ടൗൺ കാണാനാണ്. ലണ്ടനിലെ ചൈന ടൗൺ ആണ്. സത്യമായി പറയുമ്പോൾ ലണ്ടൻ സിറ്റിയിൽ തന്നെ ഒരു ചെറിയ ചൈന പോലെ ഫീൽ അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങൾക്കിത് കാണുമ്പോൾ. ഇവിടെ കയറുന്ന നേരം തന്നെ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഒരു റെഡ് കളർ ലാൻറ്റേൺസ് ആണ്. സ്ട്രീറ്റ് മുഴുവൻ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഈ ഏരിയ മെയിൻലി ചൈനീസ് കമ്മ്യൂണിറ്റിയുടെ കൾച്ചർ, ഫുഡ്, ലൈഫ് സ്റ്റൈൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. 1970-കളിൽ മുതൽ ഈ സ്ഥലം ഗ്രാജുവലി ചൈനീസ് റെസ്റ്റോറൻറ്റ്സ്, ഷോപ്പ് എന്നിവ കൊണ്ട് ഡെവലപ്പായി. ഇന്ന് ഇത് ലണ്ടനിലെ ഏറ്റവും പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒന്നാണ്. ഇവിടെ നടക്കുമ്പോൾ എല്ലായിടത്തും ചൈനീസ് സൈൻ ബോർഡ്സ്, മാൻഡറിൻ ലാംഗ്വേജുകൾ എഴുത്തുകൾ
ഏഷ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചർ. ഇത് ലണ്ടനിലാണെന്ന് തന്നെ നമ്മളങ്ങ് മറന്നുപോകും. ഓതൻറ്റിക് ചൈനീസ് ഫുഡ് ഇവിടെ ലഭിക്കും. നൂഡിൽസ്, ഡംപ്ലിങ്സ്, റോസ്റ്റ് ഡക്ക്, ബബിൾ ടീ എല്ലാം ഒറിജിനൽ ടേസ്റ്റിൽ തന്നെ ഇവിടെ കിട്ടും. ഇവിടെയുള്ള റെസ്റ്റോറൻ്റ് എല്ലാം തന്നെ വളരെ ബിസി ആയിരിക്കും. എസ്പെഷ്യലി ഈവനിങ് സമയത്ത് ഫുൾ ക്രൗഡ് ആയിരിക്കും. സ്ട്രീറ്റ് ലൈഫ് വളരെ വൈബ്രൻ്റ് ആണ്. പീപ്പിൾ വാക്കിങ്, ഭക്ഷണം കഴിക്കുന്നത്, ഫോട്ടോസ് എടുക്കുന്നത് ഒരു ലൈവ്ലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ചൈനീസ് ഫെസ്റ്റിവൽസ് സമയത്ത് എസ്പെഷ്യലി ചൈനീസ് ന്യൂ ഇയർ ഇവിടെ സെലിബ്രേഷൻസ് വളരെ ഗ്രാൻഡായി നടക്കും. ഡ്രാഗൺ ഡാൻസ്, ഫയർ വർക്ക്സ്, കൾച്ചറൽ പെർഫോമൻസ് ഫുൾ ആഘോഷങ്ങളാണ്. നമ്മൾക്ക് ഇവിടെ കുറച്ച് സമയം വാക്ക് ചെയ്തു, ഈ യുണീക്ക് അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്തു. ലണ്ടനിൽ വന്നാൽ ഈ പ്ലേസ് ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യേണ്ടതാണ്. തിരിച്ച് ഞങ്ങളുടെ മടക്കയാത്രയാണ്. വീട്ടിലേക്കുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കലേറ്റർ വഴി അണ്ടർഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ട്യൂബ് കിട്ടുന്നത്. അപ്പോൾ ഈ എസ്കലേറ്റർ കയറി വേണം നമ്മൾ ഈ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ. ഞങ്ങൾ അങ്ങനെ അതിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇത്രയും അണ്ടർഗ്രൗണ്ടിലോട്ട് വേണം. അവിടെ നിന്നാണ് നമുക്ക് ഈ ട്യൂബ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ട്യൂബ് വന്നു, അതിൽ കയറി. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻമോർ സ്റ്റേഷനിൽ തിരിച്ചെത്തി. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.